ഹലോ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മഹാബലേശ്വർ ടെമ്പിളും പഞ്ചഗംഗ ടെമ്പിളും ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇനി നമ്മൾ കൃഷ്ണൈ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഇതേപോലെ ഒരു ഫോറസ്റ്റ് പാത്തിലൂടെ നമുക്ക് കുറച്ച് ദൂരം ഉള്ളോട്ടേക്ക് നടക്കാനുണ്ട്. അപ്പം ഇത് അതിൻ്റെ കവാടത്തിലെത്തി. ഇത് ലാസ്റ്റ് ഇയർ വന്നപ്പം ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ ഗേറ്റ്സ് ഒക്കെ പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണ്. സോ നിങ്ങൾ സഞ്ചാരം കാണുന്നവരാണെങ്കിൽ ഇവിടെ നിന്നുള്ള ഈ ഒരു ടെമ്പിളും ഇവിടെ നിന്നുള്ളൊരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂവും എല്ലാം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പം അത്രയ്ക്കും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ആ ഒരു സയൻസിൻ്റെ അവിടെ എത്തിയാൽ കാണാൻ വേണ്ടി പറ്റുന്നത്. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണിത്. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത്. ഇത് കൃഷ്ണവയലാണ് ഇത് കാണുന്നത്. നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ അത്രയും നല്ല സൂപ്പർബായിട്ടുള്ള ഒരു വ്യൂ ആണ്. ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും അടിപൊളിയാണ് നമ്മൾ ഇതൊന്ന് നേരിട്ട് കാണുമ്പോൾ. അത്രയും ബ്രെത്ത് ടേക്കിംഗ് വ്യൂ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു വ്യൂ ആണിത്. അപ്പം നമുക്ക് കഴിഞ്ഞ തവണയൊക്കെ നമ്മളിതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടപ്പം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഇന്ത്യയിൽ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ 2-3 പ്ലേസസിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതും ഒരു സ്റ്റോണിലുണ്ടാക്കിയ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു കൃഷ്ണൈ ടെമ്പിളിലും. ഇതിൽ നമ്മൾ പഞ്ചഗംഗ മന്ദിറിൽ കണ്ട അതേപോലെ തന്നെ ആ 5 റിവേഴ്സ് എന്നുള്ള വെള്ളവും ഇവിടെ വരുന്നുണ്ട്. അതായത് ആ ഗോമുഖൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അവിടെ ഒരു കൃഷ്ണൻ്റെ പ്രതിഷ്ഠയും കൂടെ ഉണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് നോക്കാം. ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ ഒന്ന് നമുക്ക് കാണാം. അവിടുന്ന് ആളുകൾ ആ വെള്ളം കളക്ട് ചെയ്ത് കുടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് അതിലൂടെ വരുന്നതെന്നാണ് പറയുന്നത്. അതാണ് ഇത് ഹോൾ മഹാബലേശ്വറിൽ അത് കൊടുക്കുന്നതും ഈ ഒരു വെള്ളമാണ്. സോ നമുക്ക് നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. അപ്പം നമ്മൾ പഞ്ചഗംഗയിൽ നിന്ന് കഴിച്ചതുകൊണ്ട് ആ വെള്ളം കുടിച്ചതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്നും വീണ്ടും ആ വെള്ളം കുടിക്കാനൊന്നുമില്ല. സോ ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ. പിന്നെ ഇതിലൂടെ നോക്കിക്കുകയാണെങ്കിൽ ആ മൂർത്തിനെ വ്യക്തമായിട്ട് കാണാമെന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ അതൊന്നും വീഡിയോയിൽ അലോഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര ഫോക്കസ് ചെയ്തെടുത്തില്ല. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയൊരു ഷോട്ട് എടുത്തു. പിന്നെ അതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ ഇങ്ങനെയാണ്. സോ കംപ്ലീറ്റ് ആയിട്ടൊരു സ്റ്റോൺ സ്ട്രക്ചറാണ്. അതിൻ്റെ മുകളിൽ ഇതേമാതിരത്തെ കൊത്തുപണികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ തന്നെയാണ് ഇത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു സ്ട്രോബെറി ഗാർഡൻ കാണാം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇടക്കൃഷികളും പലതും ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇവിടുത്തെ സ്ട്രോബെറികളൊന്നും കറക്റ്റായിട്ട് പാകമായില്ലായിരുന്നു നമ്മൾ പോയപ്പോൾ. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്നും അധികം അലൗ ചെയ്യുന്നില്ലായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്ട്രോബെറീസ് കഴിച്ചിട്ടോ. ഇതാണ് സ്ട്രോബെറിയുടെ പ്ലാന്റ് കാണാത്തവർക്കായിട്ട് കുറച്ച് ഷോർട്സ് ഞാൻ കാണിക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലൊന്നും കയറി നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി സ്ട്രോബെറിയുടെ ഒരു ഫ്ലവർ, വൈറ്റ് ഫ്ലവർ ഉണ്ട്, അതും കൂടെ കാണിക്കാം. നല്ല ഭംഗിയില്ലേ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട്. സോ അത്രയൊക്കെയാണ് നമ്മൾ ഈ കൃഷ്ണൈ ടെമ്പിളിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ. സോ നമ്മൾ നെക്സ്റ്റ് ഇനി പോകാൻ പോകുന്നത് ലിംഗമാല വാട്ടർഫോൾസിലേക്കാണ്. സോ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഈ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. അപ്പം ടേക്ക് കെയർ, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.